നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് അതിന്റെ പകർപ്പ് പുറത്തിറങ്ങി. സ്വാഭാവിക ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തെറ്റാവർത്തിച്ചാൽ ജാമ്യം റദ്ദു ചെയ്യും. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, ഹൈക്കോടതി നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ദ്വയാർത്ഥ പ്രയോഗമാണ് ഇയാൾ നടത്തിയത് എന്ന് കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. തന്നെയുമല്ല, ഉത്തരവിലും ഇത് ഒരു കേസ്, വളരെ ഗൗരവമുള്ള ഒരു കേസ് നിലനിൽക്കുമെന്ന് കോടതി സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലെ മറ്റു പരാമർശങ്ങൾ വിഷ്ണു? വിജയകുമാർ, ഉപാധികളോടെ, അതായത് സ്വാഭാവിക ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 50,000 രൂപയും 2 ആൾ ജാമ്യവും. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പൂർണ്ണമായി സഹകരിക്കണം. ഏത് ഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെറ്റ് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ജാമ്യം റദ്ദു ചെയ്യും. ഈ ഉപാധികൾ മാത്രമാണുള്ളത്, 4 ഉപാധികളാണുള്ളത്. മറ്റൊന്ന്, ഈ കേസ് ഇന്ന് രാവിലെ പരിഗണിച്ച ഘട്ടം മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടായി. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ റിപ്പോർട്ടിലും കാണാം. പ്രഥമ ദൃഷ്ടിയാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. ഒപ്പം ഈ ബോഡി ഷേമിങ്ങുമായി ബന്ധപ്പെട്ട് പൊതുവായ ഒരു പരാമർശവും നിലവിൽ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നടത്തുന്നുണ്ട്. ബോഡി ഷേമിംഗ് ഒരു തരത്തിലും സമൂഹത്തിന് അംഗീകരിക്കാനാകുന്നതല്ല. ഒരു തരത്തിലും ആളുകളുടെ ശരീരത്തെ പ്രകൃതി അനുസരിച്ച് അത്തരത്തിൽ ആക്ഷേപിക്കുന്നതൊക്കെ അത് വലിയ തെറ്റാണെന്ന് കോടതി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യുന്നത് അത് നിങ്ങളെ തന്നെ വിലയിരുത്തുന്നതാണെന്നൊരു ഗുരുതരമായ അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു പരാമർശം കൂടി കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. ഈ ഹണി റോസിന്റെ പരാതി വന്നതിന് തൊട്ട് പിന്നാലെ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഒപ്പം തന്നെ ചില ആളുകളുമൊക്കെ ഉയർത്തിയിരുന്നു. അതിനെല്ലാം ഒരു മറുപടി കൂടി കോടതി നൽകുകയാണ്. സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിലയിരുത്തുന്നത് സ്വയം വിലയിരുത്തുന്നത് തുല്യമാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് കോടതി ഉന്നയിക്കുന്നത്. നിലവിൽ ഈ വിധിപ്പകർപ്പ് ജില്ലാ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആൾജാമ്യം എടുത്ത ശേഷം വിധിപ്പകർപ്പ് സബ് ജയിൽ എറണാകുളം ജില്ലാ ജയിലിലേക്ക് എത്തിക്കും. 7 മണിക്ക് മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതായത് 5 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായി ഇന്ന് പുറത്തിറങ്ങുന്നത്. ഒരു പക്ഷേ സമീപകാലങ്ങളിലൊന്നും ഇത്തരത്തിലൊരു അറസ്റ്റോ അല്ലെങ്കിൽ റിമാൻഡോ എന്നും കേരളം കണ്ടിട്ടില്ല. അതിന് വിഷ്ണു, പ്രഥമ ദൃഷ്ടിയായിട്ടൊരു കേസ് നിലനിൽക്കും എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജാമ്യം കൊടുത്തു എന്നതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഈ FIR ഒക്കെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കമൊക്കെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷക സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഒരു കേസ് നിലനിൽക്കും, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു കേസ് നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരമൊരു പരാമർശം ഈ കോടതി ഉത്തരവിലുള്ളത് ഈ കേസിൻ്റെ തുടർ നടപടികളിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകവുമാണല്ലോ. കാരണം ഇതിലൊരു സ്ട്രോങ് ആയ കേസുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ അത് ജാമ്യം പരിഗണിച്ച കോടതികൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു അത്തരമൊരു കേസ്, ഒരു സ്ട്രോങ് കേസ് ഇതിൽ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നത് ഈ ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിച്ചെങ്കിലും കോടതി വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നതിൻ്റെ നല്ല തെളിവാണല്ലോ അല്ലേ? വിജുമാർ, അങ്ങനെ തന്നെയാണ്. നേരത്തെ കീഴ്ക്കോടതിയിൽ വിധി വന്ന സമയത്ത്, ജാമ്യാപേക്ഷ റദ്ദായ സമയത്ത് കീഴ്ക്കോടതിയും വ്യക്തമാക്കിയിരുന്നു ഈ കേസിൽ പ്രഥമ ദൃഷ്ടിയാൽ കേസ് നിലനിൽക്കുന്നതാണ്, ബോബി ചെമ്മണ്ണൂർ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. സമാനമായ നിലപാട് തന്നെ ഹൈക്കോടതിയും എടുക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് അന്വേഷണം കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ സംഘത്തിന് സഹായകരമാകുന്ന ഒരു ഇടപെടൽ കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ജാമ്യം അനുവദിച്ചെങ്കിൽ പോലും അത് കേസിന്റെ മെറിറ്റിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് അങ്ങനെ ഒരു സാധാരണ സൈബർ കേസ് എന്ന നിലയിൽ അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് കേസ് നിലയിൽ ഒഴിവാക്കാൻ കോടതിയും അതോടൊപ്പം പോലീസും തയ്യാറാകുന്നില്ല. കൂടുതൽ തെളിവുകൾ സമാഹരിച്ച് എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അതിന് കരുത്താകുന്ന ഒരു പരാമർശം കൂടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഒപ്പം കോടതി ഈ കേസ് എത്രത്തോളം സീരിയസ് ആയി കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിച്ഛേദമായി അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പരാമർശങ്ങളൊക്കെ കണക്കാക്കാവുന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിലയിരുത്തുന്നത് അത് സ്വയം വിലയിരുത്തലിന് തുല്യമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കോടതിയിൽ ഉണ്ട്. അത് ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം ഗൗരവതരമായി കോടതി ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. ബോഡി ഷേമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുവായ പരാമർശം അടക്കം കോടതി ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. കേസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ജാമ്യം ലഭിച്ചെങ്കിൽ പോലും ഈ കുരുക്കിൽ നിന്ന് അങ്ങനെ അത്ര പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിന് ഊരിപ്പോരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിജയകുമാർ.